ഹായ്. റഹീമിന്റെ ഇംഗ്ലീഷ് ഈ അടുത്ത കാലത്ത് ഓർമ്മയുണ്ടോ? യലഹങ്കയിൽ ഈ ബുൾഡോസർ രാജ കോൺഗ്രസ് നടപ്പാക്കിയ സന്ദർഭത്തിൽ അവിടെ പോയി ആ മനുഷ്യരോട് സംവദിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ മുന്നിലേക്ക് അറിയിച്ച റഹീം അന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു ഇംഗ്ലീഷ് മാധ്യമം അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും അവസാനത്തെ ചോദ്യത്തിൽ ഒന്ന് തപ്പിയപ്പോൾ അത് മാത്രം കട്ട് ചെയ്ത് കേരളത്തിൽ ആ വിഷയത്തിന്റെ ഗ്രാവിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് റഹീം എന്ന വ്യക്തിയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കാൻ വേണ്ടി സംഘികളും മുസംഘികളും ക്രിസംഘികളും സുഡാപ്പികളെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിനെതിരെ വലിയ പരിഹാസങ്ങൾ ചൊരിഞ്ഞു. ആ പരിഹാസങ്ങൾ ചൊരിഞ്ഞവരുടെ മുന്നിലേക്ക് അന്ന് പരിഹസിക്കുന്നവരുടെ പട്ടികയിൽ ഉണ്ടോ എന്നറിയില്ല. എന്നിരുന്നാലും ഈ സംഘികളുടെയൊക്കെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു വനിതാരത്നം സുജയ പാർവതി കഴിഞ്ഞ ദിവസം ബിഗ് ടിവിയുടെ ഫ്ലോറിൽ നിന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഇംഗ്ലീഷ് ഒന്ന് മൊഴിഞ്ഞു. നോക്കി. Thank you, sir. It's really much respectful. I don't know how to describe it. So thank you thank you, sir. It's really much respectful. I don't know how to describe it. So thank you from. കണ്ടല്ലോ, ഞാനിതിൽ സുജയ പാർവതിയെ കുറ്റം പറയാനില്ല. ഐ ആം ആൽസോ ദിസ് ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇതുപോലെ സംസാരിക്കുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ വേർഡ് മിസ്സിംഗ് ആയിട്ട്, കാര്യം നമ്മുടെ വൊക്കാബുലറിയോ അല്ലെങ്കിൽ നമ്മൾ റെഗുലർലി ഇംഗ്ലീഷ് യൂസ് ചെയ്യാത്ത ഞാൻ റെഗുലർലി ഇംഗ്ലീഷ് യൂസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെങ്കിലും ചിലയിടങ്ങളിലൊക്കെ ഈ വേർഡ് മിസ്സിങ്ങിൻ്റെ ഒരു പ്രശ്നം, അത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലോ ഉണ്ടാകുന്നതേ ഉള്ളൂ. പക്ഷേ റഹീമിനെ പോലെ ഒരാൾ രാജ്യസഭാ MP ആയതിനു ശേഷമാണ്, കാര്യം അദ്ദേഹം കേരളത്തിലെ മലയാളം മീഡിയം സ്കൂളുകൾ, യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള മലയാളവുമായി ബന്ധപ്പെട്ട മദർ ടങ് കൂടുതൽ യൂസ് ചെയ്ത് വന്നു. അദ്ദേഹം LLB എടുത്തു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ രാജ്യസഭാ പോസ്റ്റ് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സമയമെടുക്കും. അതിനിടയിൽ പലപ്പോഴും അദ്ദേഹം ഇത് അവതരിപ്പിക്കാൻ ശ്രമിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പാർലമെന്റിലൊക്കെ മികച്ച രീതിയിൽ അത് നോട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടങ്ങളിലൊന്നും വലിയ പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ ഈ യലഹങ്കയിലുണ്ടായ സംഭവം, ആ ഇംഗ്ലീഷ് മിസ്സിംഗ് ഉണ്ടാകുമ്പോൾ ഇത് ലോകത്താർക്ക് സംഭവിക്കാത്ത മിസ്റ്റേക്കാണ് എന്ന നിലയിൽ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ അപ്പോസ്തലയായിട്ടുള്ള സുജയ പാർവതിക്ക് ഇത് സംഭവിച്ചു. സുജയ പാർവതിയൊക്കെ അന്ന് പരിഹസിച്ചിട്ടുണ്ടാവുന്നതിന്റെ പട്ടികയിലുണ്ടാകും. കാര്യം സംഘികളെല്ലാം ഇതെന്തോ ഒരു വലിയ മോശമായിരുന്നു, അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അരുൺകുമാറിന്റെ ഇംഗ്ലീഷ് ഇടയ്ക്ക് ഇതുപോലെ പരിഹസിക്കുന്ന ശ്രീജിത്ത് പണിക്കരെ കണ്ടു. കാര്യം പണിക്കരുടെ കുടുംബാംഗങ്ങളെല്ലാം സായിപ്പിന്റെ മറ്റേ ബന്ധുവായിട്ട് വരുന്നതുകൊണ്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കും. കാര്യം പറയാൻ പറ്റില്ല, മലയാളത്തിൽ മലയാളിയായിട്ട് ജീവിച്ച് അവർക്ക് ഇംഗ്ലീഷൊക്കെ ഫ്ലുവൻ്റ് ആയതെന്ന് പറയുന്നത് ചിലപ്പോൾ സായിപ്പുമായിട്ടുള്ള അവരുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെയൊക്കെ ചില അടുത്ത് ഇടപഴകി പോകുന്നതുകൊണ്ടായിരിക്കും അത് സംഭവിച്ചിട്ടുള്ളത് എന്ന് കരുതിക്കൊണ്ട് ഈ നാട്ടിലുള്ള സർവ്വ മലയാളികളും അങ്ങനെ സംസാരിക്കണമെന്നുണ്ടോ? തൊഴിലാളികളുടെ മക്കളാണ് ഞങ്ങളൊക്കെ ഇംഗ്ലീഷൊക്കെ എന്ന് പറഞ്ഞാൽ മുറി ഇംഗ്ലീഷ് തന്നെയാണ്, അത് പറയുന്നതിലൊന്നും യാതൊരു നാണക്കേടുമില്ല. പിന്നെ സുജയ പാർവതിയെ പോലുള്ളവരൊക്കെ ഈ ഇംഗ്ലീഷിന്റെ കാര്യത്തിലും അവർ ഈ ഭാഷയുടെ കാര്യത്തിലൊക്കെ വലിയ ആൾക്കാരാണെന്ന് ചില സന്ദർഭങ്ങളിലൊക്കെ ആധികാരികമായി പറയുമ്പോൾ ഈ വീഴ്ചയൊക്കെ ആർക്ക് സംഭവിക്കാം? കാര്യം മദർ ടങ് ഇംഗ്ലീഷ് അല്ലാത്തടത്ത് ഇംഗ്ലീഷ് എന്ന് ഇന്ന് ലോകത്തിന്റെ ഭാഷയായതുകൊണ്ട് അഡീഷണൽ ഭാഷയായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടതുള്ളതുകൊണ്ട് എല്ലാവരും പഠിച്ചിരുന്നാൽ നല്ലതാണ്. അത് ഞാൻ പറഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്ന സാഹചര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തോളും, ഫ്ലുവൻ്റ് ആയി. കാര്യം ദൈനംദിനം ഇപ്പോൾ കേരളത്തിൽ വരുന്ന ബംഗാളികൾ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ ഇപ്പോൾ മലയാളം സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തുകൊണ്ട് സംസാരിക്കുന്നു? സ്വാഭാവികമായിട്ട് അത് യൂസ് ചെയ്ത് ആർക്കും ഇംഗ്ലീഷ് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷ് അല്ല ഏത് ഭാഷയും ആ നാടുകൾ ചെന്നാൽ, ഇവിടുന്ന് മലയാളികൾ ചെന്നിട്ട് അറബ് സംസാരിക്കുന്നവരുണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഈ സ്വാഭാവികമായിട്ടും ഭാഷ ഉപയോഗിച്ച് നമുക്ക് എന്തുണ്ടാകും, അത് കൈകാര്യം ചെയ്യാനും അത് ഉപയോഗിക്കാനുള്ള പരിജ്ഞാനവും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ കോവളത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ചെറുകിട വ്യാപാരികൾ വരെ സായിപ്പന്മാരോടത്ത് ഇംഗ്ലീഷ് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ഇടപഴകി വന്നിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഡെവലപ്പായി വരുന്ന സന്ദർഭത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ, അതായത് കുറേ മനുഷ്യരുടെ ജീവൻ തെരുവിലേക്ക് വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ ആ പ്രശ്നത്തിൽ ഇടപെട്ട് അവരുടെ ശബ്ദമായി മാറുന്ന സന്ദർഭത്തിലാണ് ഒരിടത്തേക്ക് അങ്ങനെ വാക്കിന്റെ ഒരു മിസ്സിംഗ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് എന്തോ പരിഹസിച്ചത്. ആ പരിഹസിച്ചവരുടെ മുന്നിലേക്കാണ് ഈ ദൃശ്യം അങ്ങോട്ട് പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് പരിഹസിക്കുന്ന തീവ്രത ഒന്ന് കാണട്ടെ. ഇതിൽ സുജയ പാർവതിയെ കളിയാക്കാനോ പരിഹസിക്കാനോ ഒന്നുമില്ല. പക്ഷേ ഏതൊരു വ്യക്തിക്കും സംഭവിക്കാവുന്ന മിസ്റ്റേക്കാണ്. മലയാളിയായിട്ടുള്ളവർക്ക് അവർ ഏത് വിദേശ രാജ്യത്ത് ചെന്നാലും കുറേ കാലം അതിൽ നിന്ന് മാറി വരാനായിട്ടുള്ള സമയമെടുക്കും. അതിവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചാലും ശരി, ഇനി മറ്റിടങ്ങളിൽ ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് ട്രെയിനിങ്, കാര്യം എല്ലാ അച്ഛനമ്മമാർക്കും ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അതിൻ്റെ ഫ്ലുവൻസിയോ അച്ഛനും അമ്മയ്ക്കും ഇംഗ്ലീഷിൽ കൂടുതൽ അവർക്ക് അതിൻ്റെ സംസാരിക്കാൻ അറിയാവുന്നത് കൊണ്ട് ഇവരുമായിട്ട് ചെറുതിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ ലാംഗ്വേജ് ഡെവലപ്പായി വരും. അത് സർവ്വസാധാരണമാണ് എന്ന് കരുതിക്കൊണ്ട് കേരളീയർ മുഴുവൻ ഇംഗ്ലീഷ്
മലയാളത്തെക്കാളും പ്രധാനമായി സംസാരിക്കണമെന്നൊക്കെ ചിലർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലെ ദുരുദ്ദേശവും മറ്റുള്ളവരെ പരിഹസിക്കാൻ വേണ്ടി അവർ കണ്ടെത്തുന്ന കാരണമാണ്. അതുകൊണ്ടാണ് സുജയ പാർവതിയുടെ ഒരു ബിഗ് ഫ്രെയിമിൽ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് വലിയ പരിഹാസമില്ലാതെ പോവുകയും, എന്നാൽ റഹീം അദ്ദേഹം ജനപ്രതിനിധിയാണ്, പാർലമെന്റ് MP ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് പുതിയ മാനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഭാഷ അവിടെ പാർലമെന്റിൽ സംസാരിക്കുന്ന സമയത്തല്ല ഇത് സംഭവിച്ചത്. എന്നിരുന്നാലും മറ്റിടങ്ങളിലൊക്കെ പോകുമ്പോൾ ഭാഷ പഠിക്കേണ്ടത് ആവശ്യം തന്നെയാണ്, അത് ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എന്ന് കരുതിക്കൊണ്ട് അതൊരു കുറവായി പറയുമ്പോൾ മനുഷ്യർക്കിടയിൽ സംവദിക്കാൻ ചിലയിടങ്ങളിലൊന്നും ഭാഷ വേണ്ടടോ. നിങ്ങളുടെ ഈ കോളിൻ്റെ മുന്നിൽ അച്ചടി ഭാഷയിൽ സംസാരിച്ചാലേ മിടുക്കരാവുമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തൽക്കാലം വേണ്ട. റഹീം എന്ന വ്യക്തിക്ക് ജനങ്ങളോട് ഇടപഴകുന്നതിൽ എന്ത് ക്വാളിറ്റി ഉണ്ട്, അതിലെന്ത് ആത്മാർത്ഥത കാണിക്കുന്നു എന്നുള്ളതാണ് ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയേണ്ടി വരിക. അതുകൊണ്ടാണ് സുജയ പാർവതിക്ക് സംഭവിക്കാം, റഹീമിനും സംഭവിക്കാം, ചിലപ്പോൾ എനിക്കും സംഭവിക്കാം. ഇതൊക്കെ മനുഷ്യർക്കിടയിൽ ഭാഷയെ സംബന്ധിച്ച് സർവ്വസാധാരണ പ്രശ്നമാണെന്നെങ്കിലും ഈ കെടുതികളൊന്ന് മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ.